ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതുവും അതുപോലെ വിജയലക്ഷ്മി മേഡവും തമ്മിൽ സംസാരിക്കുന്നു ഗോവിന്ദൻ്റെ സ്നേഹത്തെ പറ്റിയും ഇനി അങ്ങോട്ടുള്ള ജീവിതത്തെ പറ്റിയൊക്കെ. അങ്ങനെ കണ്ണേട്ടൻ തൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഗീതു അവിടെ ഇരുന്ന് വാതോരാതെ സംസാരിക്കുന്ന സമയത്ത് ഇവിടെ പെട്ട് കിടക്കാണ് രാധിക. അയ്യോ എന്ന് പറഞ്ഞ നടു തല്ലിക്കിടന്ന് നടു തിരുമാൻ പോലും ആരും ഇല്ലാതെ വേദനയോട് വേദനയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് വരുൺ വന്നമ്മേ മെഡിസിൻ കഴിക്കാമേ, അല്ലെങ്കിൽ അമ്മയ്ക്ക് വേദന കൂടുമേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഇരിപ്പ് എനിക്ക് സുഖം, കിടക്കാനൊന്നും എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞു. അപ്പം മകൻ കിടക്കാനൊക്കെ പറഞ്ഞു അമ്മയോട്. അപ്പം മേഡം കാണിച്ചത് ബുദ്ധിമോശമാണെന്ന് സുവർണ. ഗീതുവിനെ വീഴ്ത്താൻ ഇങ്ങനൊരു പ്ലാൻ ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലേ ഞാനത് ഒഴിവാക്കിയാനേ എന്ന് സുവർണ അന്നേരം രാധികയോട് പറഞ്ഞു. എന്ന് പറഞ്ഞ് തലയാട്ടുക. ഗീതു ഇവിടെ നിന്ന് പോകാതിരിക്കാൻ എനിക്ക് അവളെ എങ്ങനെയെങ്കിലും തടയണമായിരുന്നു. അതുകൊണ്ട് അപ്പം കിട്ടിയ ആ ഒരു ഐഡിയ ഞാൻ അങ്ങ് നടപ്പിലാക്കിയതാണെന്ന് പറഞ്ഞപ്പം അതുകൊണ്ട് എന്താ നടു ഒടിഞ്ഞപ്പോൾ ബെഡിലായില്ലേ എന്ന് ചോദിച്ചു വരുൺ എന്നെ കുറ്റപ്പെടുത്തുന്ന എനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മയെ എടുത്തുചാട്ടം കാണിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് വരുൺ അമ്മയോട് പറയാം. അവൾ സ്കൂട്ടറിൽ പോകുമ്പോൾ വെറുതെ ഒരു കാർ വന്ന് തട്ടിയാലും ഇന്നത്തെ യാത്ര മുടങ്ങായിരുന്നില്ലെന്ന് ചോദിച്ചു. അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ എനിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പം മേഡം ഇതിൻ്റെ ഒന്നും ആവശ്യമുണ്ടായിരുന്നില്ല. ഗീതു ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തീർക്കാൻ നമ്മുടെ ടീം റെഡിയായിരുന്നു. അതിനൊരു ചാൻസ് കൊടുക്കാതെ ഇവിടെ തന്നെ വീഴിക്കണ്ടായിരുന്നു എന്ന് സുവർണ പറഞ്ഞപ്പോൾ ഇതിനു മുൻപും ഉണ്ടാക്കിയ പ്ലാനുകളൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ, എന്തേ ഒന്നും നടന്നു കണ്ടില്ലല്ലോ. ഇതിപ്പോൾ ഗീതുവിൻ്റെ കാലിൻ്റെ കുഴയെങ്കിലും തെറ്റിയെന്ന് ആശ്വസിക്കാം. ഒരാഴ്ച പുറത്തെങ്കിലും ഇറങ്ങാതെ അവൾ ഇരുന്നോളുമല്ലോ. അത്രയും ആശ്വാസമാണെന്ന് പറയുമ്പോൾ പിന്നെ അവൾ ഒരാഴ്ച കഴിവ് ഇറങ്ങും. അമ്മയുടെ കാര്യം എന്താകുമെന്ന് ചോദിച്ചു മകൻ. ഈ നടു ഇനി എന്ന് ശരിയാവാനാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ 2 ദിവസത്തിനകം റെഡി ആകുമെന്നും ഇല്ലെങ്കിൽ വേദന സഹിച്ചും നടുവിന് ബെൽറ്റ് ഇട്ടായാലും ഞാൻ നടക്കുമെന്ന് രാധിക. അപ്പോൾ മാം കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിച്ചിരുന്നെങ്കിൽ. അപ്പം നീ മിണ്ടിപ്പോകരുത്, നീ ഒറ്റയൊരുത്തി ഇതിനൊക്കെ കാരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേഷ്യപ്പെടുമോ? അമ്മ എന്തിനാ സുവർണയോട് ദേഷ്യപ്പെടുന്നു എന്ന് ചോദിച്ചു വരുൺ. നമ്മൾ പറയുന്ന കാര്യങ്ങളല്ലേ ഇവൾ ചെയ്യുന്നുള്ളൂ, പിന്നെ എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തൊന്നും ചെയ്യാനാവില്ലല്ലോ. അപ്പോൾ ഇവൾക്കൊരു പാകപ്പഴ വന്നാൽ അത് നമ്മുടെയും കുഴപ്പം തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുക. അതൊക്കെ കേട്ടിങ്ങനെ ഒക്കെ പറഞ്ഞ് നിൽക്കുകയോ. അപ്പം നീ ഇവളെ ന്യായീകരിക്കാനൊന്നായിട്ട് എൻ്റെ മുന്നിലേക്ക് വരണ്ടെന്ന് പറഞ്ഞപ്പോൾ ന്യായീകരണമൊന്നും അല്ല അമ്മേ, സുവർണയുടെ ആത്മാർത്ഥതയെ അമ്മ വില കുറച്ച് കാണരുത് എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് മകൻ അമ്മയോട്. അത് കേട്ടപ്പോൾ ചേതൻ ഗ്രൂപ്പിൻ്റെ അക്കൗണ്ടിൽ ഗീതുവിൻ്റെ ജീവൻ എടുക്കാമെന്നും അല്ലെങ്കിൽ ഗീതുവിനെ ഇല്ലാതാക്കാമെന്നും ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഈ പറയുന്ന സുവർണയുടെ ടീമെന്ന് പറഞ്ഞ ലോക്കൽ പാർട്ടീസിനെ ഇറക്കി കളിക്കണമെന്നുള്ളതല്ല. ചേതൻ ഗ്രൂപ്പിൻ്റെ പേരിൽ കാര്യങ്ങളെല്ലാം ഏൽപ്പിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമേ അത് കണ്ടു നിൽക്കുന്നവർക്കും വിശ്വസിക്കാനാകൂ എന്ന് പറഞ്ഞു. അപ്പം ഗീതുവിനെ നശിപ്പിച്ചത് അല്ലെങ്കിൽ ഇല്ലാതാക്കിയത് ചേതൻ ഗ്രൂപ്പാണെന്ന് തന്നെ എല്ലാവരും വിശ്വസിക്കണം. അതിന് തക്കതായ കാരണമാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുക. അങ്ങനെ അവർ ആ ഒരു കാര്യമൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നു. പിന്നെ കാണിക്കുന്നത് പ്രിയ കേട്ടോ. അപ്പോൾ പ്രിയ രേഖ ഫോണിൽ വിളിക്കുക. അപ്പോൾ സുഖമായിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചു. സുഖമായിരിക്കുന്നു ചേച്ചി, അമ്മയും ഗീത ചേച്ചിയൊന്നും ഇതുവരെ വിളിച്ചില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആ ഒരു വിശേഷങ്ങളൊക്കെ ചോദിക്കുമ്പോഴേക്കും അത് പറയാനാണ് ഇപ്പോൾ വിളിച്ചതെന്നും പറഞ്ഞുകൊണ്ട് രേഖ എല്ലാ കാര്യങ്ങളും പ്രിയോട് പറയുക. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ ആരാ എന്ന് ചോദിച്ചു ഭദ്രനും വിലാസിനും അവിടെ വന്ന് നിൽക്കുന്നു. അപ്പോൾ രേഖേച്ചി ഗീതു ചേച്ചിക്ക് അമ്മയ്ക്ക് എന്താ പറ്റിയതെന്നൊന്ന് പറയാനൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗീതുവിൻ്റെ കാലിന് പരിക്ക് പറ്റി, അമ്മയ്ക്ക് നടുവിനും പറ്റി. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് എടുത്താൽ മാറിക്കോളൂ എന്നൊക്കെ പറഞ്ഞപ്പം എന്നാൽ ഞാൻ ഇവിടുന്ന് അമ്മയെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാമെന്ന് പറയുമ്പോൾ അയ്യോ അതൊന്നും വേണ്ട മോളെ, ഇപ്പോൾ ഗീതുവിൻ്റെ കാര്യത്തിൽ ഗോവിന്ദേട്ടൻ ഭയങ്കര ശുഷ്കാന്തിയില്ല, പരിചരണം ഫുൾ ഏറ്റെടുത്തിരിക്കുകയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ പ്രിയയ്ക്ക് സന്തോഷമായി. അവർക്ക് കൂടുതൽ അടുക്കാൻ കിട്ടിയ ഒരു അവസരമാണെന്നും അവരത് അടുക്കട്ടെ, നമ്മളായിട്ട് ഇല്ലാണ്ടാക്കണ്ട. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് കാഞ്ചനെ പോലും ഞാൻ പറഞ്ഞു വിടാറില്ലെന്നും പറഞ്ഞു. അപ്പോൾ അതേതായാലും കൊള്ളാം. ഇതുകൊണ്ട് അവർ വീണ്ടും അടുപ്പത്തിലായാൽ കോടതിയിൽ കൊടുത്തിരിക്കുന്ന ഡിവോഴ്സ് പെറ്റീഷൻ അതൊക്കെ പിൻവലിക്കുമല്ലോ, അത് നല്ല കാര്യമല്ലേ, അത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നതെന്നും പറഞ്ഞു അന്നേരം പറഞ്ഞുകൊണ്ടിരിക്കുക രേഖ. അപ്പോഴേക്കും കാഞ്ചന അതിലെ വന്നു. അപ്പോൾ കാഞ്ചന നീ എങ്ങോട്ടാണെന്ന് ചോദിച്ചു. ഞാൻ ഗീതുപാപ്പ കാലുവയ്യാണ്ട് കിടക്കുകയല്ലേ, ഈ ജ്യൂസ് കൊടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. നീ ഇതിവിടെ വെച്ചാൽ നീ കൊടുക്കണ്ട, നീ പരിസരത്തേക്ക് പോലും പോയേക്കരുതെന്ന് പറഞ്ഞ് പിടിച്ച് മാറ്റി നിർത്തുക. ഈ സമയത്ത് ശുശ്രൂഷിച്ച് അവർ തമ്മിൽ സ്നേഹത്തിലാവൂ എന്നൊക്കെ പ്രിയ ഫോണിലൂടെ ചോദിക്കുക. അപ്പോഴേക്കും പ്രിയമോളെ എന്ന് പറഞ്ഞു ഓടി വന്നു. എൻ്റെ ഗീതുമോൾക്ക് എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും പറ്റിയില്ല അമ്മേ. പിന്നെ ഫോണിൽ അവളെ ശുശ്രൂഷിക്കുന്ന കാര്യമൊക്കെ പറയുന്നത്, ശുശ്രൂഷിക്കാൻ അവൾക്ക് എന്താ രോഗം അത് പറയാൻ പറഞ്ഞു ഭദ്രൻ. അച്ഛാ അമ്മേ, അത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരു കുഴപ്പമില്ലെന്നേ. കുഴപ്പമുണ്ട്, എൻ്റെ മോൾക്ക് എന്തോ കുഴപ്പമുണ്ട്, നിങ്ങൾ ഞങ്ങളോട് പറയാത്തതാ. ഭദ്രേട്ടാ നമുക്കിപ്പോൾ തന്നെ അറക്കിലോട്ട് പോകാം, 2 ആഴ്ചയെങ്കിലും അവിടെ നിന്ന് നമ്മളെ ശുശ്രൂഷിക്കണമെന്നൊക്കെ പറഞ്ഞു. ഇപ്പം തന്നെ നമുക്ക് പോകാമെന്നൊക്കെ പറയുമ്പോൾ അല്ല ഇപ്പം പോകണമെന്ന് ചോദിച്ചു ഭദ്രൻ. അതെ അവിടെ അങ്ങനെ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്നത്തെ ആ ഒരു
ഭൂതത്തെ കണ്ട കാര്യത്തെ പറ്റിയൊക്കെ ഭദ്രൻ പറയാം. ഭൂതം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ശരിയാ അയ്യോ അതിനെങ്ങാനും വീണ്ടും കണ്ട എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അയ്യോ ഞാൻ പൊള്ളേ എന്ന് പറഞ്ഞുകൊണ്ട് ഭദ്രൻ അവിടെ കിടന്ന് തുള്ളുക. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് പോകണ്ട കേട്ടോ എന്ന് പറഞ്ഞ് രണ്ടുപേരോട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ മോള് സംസാരിച്ചോളാൻ പറഞ്ഞ് അങ്ങനെ പ്രിയയോട് പറഞ്ഞിട്ട് രണ്ടെണ്ണങ്ങളും കൂടെ തടി തപ്പി. ഈ സമയത്ത് അവിടെ എന്താണെന്ന് രേഖ പ്രിയയോട് ചോദിച്ചപ്പോൾ അതെ രണ്ടെണ്ണങ്ങളും കൂടെ അങ്ങോട്ടേക്ക് വരാൻ ഒരുങ്ങായിരുന്നു. രണ്ട് ഭൂതങ്ങളെ എൻ്റെ നെഞ്ചിലേക്ക് വെടി പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പ്രിയ പറയുക. അങ്ങനെ ആ ഒരു കാര്യമൊക്കെ പറഞ്ഞ് ഇവർ ഫോണും കട്ട് ചെയ്ത് നമ്മുടെ രേഖ സന്തോഷമായിട്ട് നിൽക്കുക. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കിഷോറിനെയും അതുപോലെ തന്നെ അവർണികയാണ്. കിഷോറിനോട് വന്ന് ഗീതുവിന് കാല് വയ്യാതിരിക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ അവർണിക പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കിഷോറിന് സന്തോഷമായി. കാലൊടിഞ്ഞോ എന്ന് ചോദിച്ചപ്പം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നതിന് പകരം കാലൊടിഞ്ഞോ എന്നാണ് ചോദിച്ചപ്പം കാലൊടിഞ്ഞാലേ മിനിമം 1 മാസം ഓഫീസിൽ വരില്ലല്ലോ, അത്രയ്ക്ക് സമാധാനം കിട്ടും എനിക്ക്. ഞാനൊരു സങ്കട വാർത്ത പറയുമ്പോൾ കിഷോറിനത് ഹാപ്പി ന്യൂസ് ആണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതെ എനിക്കത് സന്തോഷ വാർത്ത തന്നെയാണ്, ഭയങ്കര സന്തോഷ വാർത്തയാണ്, ഞാനിത് ആഘോഷിക്കുമെന്ന് നമ്മുടെ കിച്ചു പറഞ്ഞപ്പം കിച്ചു നീ ഇത്രയ്ക്ക് ക്രൂരനാണെന്ന് ചോദിച്ചു അവർണിക. നിനക്കറിയില്ല, പക്ഷേ അവൾ കാരണം ഞാൻ അനുഭവിക്കുന്ന അപമാനം എത്രത്തോളം ഉണ്ടെന്ന്. ശത്രുവിനൊരു അപകടം സംഭവിച്ചാൽ പോലും ഇങ്ങനെയൊന്നും പറയരുത് കിച്ചു എന്ന് പറഞ്ഞ് അവർണിക ഉപദേശിക്കുന്നു. അവൾ എൻ്റെയും ബെസ്റ്റാണ്, ഫ്രണ്ടല്ല, നമ്പർ 1 എനിമിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അന്നേരത്തേക്കും ഈ കിച്ചുവും പറയുന്നു. എന്തായാലും കിച്ചു ഒത്തിരി സന്തോഷിക്കൊന്നും വേണ്ട, 2 ദിവസം കൊണ്ട് ഗീതുവിൻ്റെ കാലിലെ പ്രശ്നങ്ങളൊക്കെ മാറിക്കോളും എന്ന് പറഞ്ഞപ്പോൾ കാലും കുത്തി നടക്കരുതേ ദൈവമേ, അതിനുവേണ്ടി ഞാൻ എന്ത് വഴിപാട് വേണമെങ്കിലും നിനക്ക് നടത്തിക്കോളാമേ ദൈവമേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൂടെ വന്നതിന് ശേഷം നീ ആദ്യമായിട്ട് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്നുള്ള കാര്യം അവർണിക പറഞ്ഞു. അപ്പോൾ ഇത് നന്നാവാൻ വേണ്ടിയല്ല നശിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നിന്നെപ്പോലെ ദുഷ്ട മനസ്സുള്ള അവസരവാദികളുടെ പ്രാർത്ഥന ദൈവം ഒരിക്കലും കേൾക്കില്ലെന്ന് പറഞ്ഞ് അവർണിക അവിടെ നിന്ന് പോയി. കിച്ചു ഭയങ്കര ഹാപ്പി ആയിട്ട് അവിടെ അങ്ങനെ ഇരിക്കുക. എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ ഗീതുവിനെ കാണിക്കുന്നത്. ഗീതുവിനൊന്ന് കട്ടിലയിൽ നിന്ന് എഴുന്നേക്കണം, ഒട്ടും പറ്റുന്നില്ലേ. അങ്ങനെ എഴുന്നേക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് ഗീതുവിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഗോവിന്ദൻ വന്നു. അപ്പോൾ പതുക്കെ ഇങ്ങനെ പിച്ച് വെച്ച് എഴുന്നേക്കാനായിട്ട് നോക്കുക ഗീതു. പെട്ടെന്ന് ഗോവിന്ദൻ വന്നിട്ട് 2 ദിവസത്തേക്ക് കാലനക്കരുതെന്നല്ലേ നിന്നോട് പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം എനിക്ക് വല്ലാണ്ട് വിശക്കുന്നുണ്ട് കണ്ണേട്ടാ, താഴേക്ക് വരാൻ ശ്രമിക്കായിരുന്നു എന്ന് പറഞ്ഞപ്പം നിനക്ക് വിശക്കുന്നുണ്ടെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു, അതുകൊണ്ടാണ് ഫുഡ് എടുത്തുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു നമ്മുടെ ഗോവിന്ദൻ. അങ്ങനെ നമ്മുടെ ഗീതുവിനെ അവിടെ ഇരുത്തി ഫുഡ് കൊടുക്കുക ഗോവിന്ദൻ. അങ്ങനെ ഗീതുവിൻ്റെ അരികിലിരുന്ന് ഫുഡ് എടുത്ത് കൊടുത്തപ്പം അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതെ ഈ ഫുഡ് ഞാൻ മാത്രമല്ല നമ്മൾ 2 പേരും കൂടെ കഴിക്കുമെന്ന് പറഞ്ഞു ഗീതു. അത് കൊള്ളാലോ, അതെന്തായാലും പൊളിച്ചു, എന്നാൽ കണ്ണേട്ടനും പോയി കഴിക്കാൻ പറഞ്ഞു. അപ്പം ശരി കഴിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ നിനക്ക് വെള്ളം എടുക്കാൻ മറന്നു, ഇപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞു ഗീതു. കുഴപ്പമില്ല ഞാൻ പോയി ഇപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞു ഗോവിന്ദൻ വെള്ളം എടുക്കാൻ പോയി. ഗീതു ഇങ്ങനെ നോക്കിയിരിക്കുക, എന്നിട്ട് വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി തന്നെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വെള്ളം എടുത്തുകൊണ്ട് വരുന്നത്. ഇതെന്താ ഇതുവരെ കഴിക്കാത്തതെന്ന് ചോദിച്ചു. ഞാൻ കഴിച്ചോളാമെന്ന് പറഞ്ഞു ഗീതു. എന്നാൽ കഴിക്കാൻ പറഞ്ഞു ഗോവിന്ദൻ. അങ്ങനെ അവർ 2 പേരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു. ഗീതു ഇങ്ങനെ ചപ്പാത്തിയും കറിയൊക്കെ കഴിക്കണം. അപ്പോൾ കണ്ണടം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കഴിച്ചോളാം, നീ കഴിച്ചിട്ട് നിൻ്റെ കയ്യും കഴുകിച്ച് നിൻ്റെ പ്ലേറ്റുമായിട്ടേ ഞാൻ താഴേക്ക് പോകുന്നുള്ളൂ എന്ന് ഗോവിന്ദൻ അന്നേരം പറഞ്ഞു. ഇതൊക്കെ ഗീതു ഇങ്ങനെ സന്തോഷത്തോടെ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുക കേട്ടോ. അങ്ങനെ ഗീതു ഗോവിന്ദൻ്റെ മുന്നിൽ നിന്ന് ഫുഡ് കഴിക്കുന്നു. അതിനുശേഷം ഗീതുവിൻ്റെ കാലൊക്കെ റെഡിയാക്കുന്നു. പിന്നെ 2 പേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വളരെ സ്നേഹത്തോടെ കിടന്നുറങ്ങുന്നു. അങ്ങനെ വളരെ ഹാപ്പി. അങ്ങനെ ഒരു പാട്ടിലൂടെ അവരുടെ 2 പേരുടെ അടുപ്പം ഇങ്ങനെ ഇരട്ടിയായിട്ട് വർദ്ധിച്ചുകൊണ്ടേയിരിക്കാം. അങ്ങനെ ഗീതുവിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഗോവിന്ദൻ ചെയ്തു കൊടുക്കുന്നു. ലാസ്റ്റ് ഗീതുവിൻ്റെ തല വരെ തോർത്തി കൊടുക്കുന്നു. അങ്ങനെ ചായ കൊണ്ടേ കൊടുക്കുന്നു. പിന്നെ അവർ തമ്മിലുള്ള ആ ഒരു സ്നേഹം അത് എന്താ പറയുക ആഴത്തിലേക്ക് പോകുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെങ്ങനെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതേ സമയത്ത് അവർണിക വന്ന് കിച്ചുവിനോട് പറഞ്ഞു, കിച്ചു നമുക്ക് ഗീതുവിനെ കാണാനായിട്ട് വീട്ടിലേക്കൊന്ന് പോകണമെന്ന്. കിച്ചു കറഞ്ഞ പാവില്ല, തലയും കുമ്മിട്ട് ഇങ്ങനെ ഇരിക്കുക. നിന്നോട് പറഞ്ഞത് കേട്ടോ എന്ന് ചോദിച്ചപ്പം എത്ര അത്യാവശ്യം ഓഫീസിൽ വരുമ്പോൾ കണ്ടാൽ പോരെന്ന് ചോദിച്ചു കിച്ചു. ഗീതാഞ്ജലിയെ കാണാൻ പോകുന്നത് എൻ്റെ ഫ്രണ്ട് എന്നുള്ള നിലയ്ക്കാണ്, ഒപ്പം എൻ്റെ കൂടെ കിച്ചു വന്നിരിക്കണം, അപ്പം ഞാൻ വരില്ല എന്ന് കിച്ചു മുഖത്തൊക്കെ പറഞ്ഞു. പിന്നെ ഓഫീസിലുള്ള ഭരണം തന്നെ സഹിക്കാൻ പറ്റില്ല, ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ എന്തൊക്കെയായിരിക്കും പറയാൻ പോകുന്നത്, ബോസിൻ്റെ സുഖവിവരം അന്വേഷിക്കാൻ സ്റ്റാഫ് ചെന്നത് മഹാപരാധമാണെന്നൊക്കെ കയറി പറഞ്ഞു കളഞ്ഞാലോ. നമ്മൾ ഒഫീഷ്യലായിട്ട് കാണാനായിട്ടൊന്നും അല്ലല്ലോ പോകുന്നത്, സുഖമില്ലാതിരിക്കുന്ന ഒരാളെ സൗഹൃദത്തിൻ്റെ പേരിൽ കാണാനായിട്ട് പോകുന്നതല്ലേ, അതിനിപ്പോൾ എന്താ. എനിക്ക് ഗീതാഞ്ജലിയോട് സൗഹൃദമില്ല, യാതൊരു താല്പര്യവും ഇല്ലെന്നും പറഞ്ഞ് ഇവർ സംസാരിക്കുന്നു. അപ്പോഴേക്കും അനുജത്തെ അടുക്കളയിൽ നിൽപ്പുണ്ട്. അടുക്കളയിൽ നിന്ന് ഇവരുടെ വഴക്ക് കേൾക്കുക. ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കുന്ന മുഴുവൻ കേൾക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരും വഴക്കുണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെ കിച്ചു വലിയ ആളായിട്ട് അവർണികയുടെ മുന്നിൽ സംസാരിക്കുമ്പോൾ നിൻ്റെ അഹങ്കാരവും നിൻ്റെ കയ്യിലിരിപ്പൊക്കെ കയ്യിൽ വെച്ചാൽ മതി, എന്നെ ഭരിക്കാനും എന്നെ ഓരോ കാര്യങ്ങൾ അനുസരിപ്പിക്കാനും
ലൈസൻസായിട്ട് കിട്ടിയിരിക്കുന്നതല്ല ഈ താലി എന്നും പറഞ്ഞ് അപർണിക ദേഷ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഞാനിതൊരു കിഷോറിൻ്റെ കഴുത്തിലിട്ടാൽ എന്നെയും കിഷോർ അനുസരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അപർണിക. താലിയില്ലെങ്കിലും നിന്നെ അനുസരിച്ച് തന്നെയല്ലേ ഞാൻ ജീവിക്കുന്നതെന്ന് ചോദിച്ചു. അത് എന്നോടും എൻ്റെ ഡാഡിയോടുമുള്ള കിച്ചുവിൻ്റെ കടബാധ്യത കൊണ്ടാ അല്ലേന്ന് ചോദിച്ചു. അത് നമ്മുടെ റിലേഷനും തമ്മിൽ കൂട്ടിക്കലർത്തൊന്നും വേണ്ടാന്നും പറഞ്ഞു. നമ്മുടെ റിലേഷൻ്റെ എല്ലാ സ്വാതന്ത്ര്യവും കിച്ചു ഇപ്പോഴും ആ ഒരു ഇത് അനുഭവിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കിച്ചു ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. പിന്നെ എൻ്റെ കാര്യം വ്യക്തിപരമായി ഞാൻ എന്ത് ചെയ്യണം ചെയ്യണ്ട എന്ന് ഞാൻ തീരുമാനിക്കും. എന്നോട് പോകണ്ട എന്ന് പറയാനുള്ള വോയിസ് ഒന്നും കിച്ചുവിനില്ലെന്നുള്ള കാര്യം അപർണിക പറഞ്ഞു. കിച്ചു അന്നേരം തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുക, മിണ്ടാട്ടം മുട്ടി. അപർണിക ഇത്രയും പറഞ്ഞിട്ട് അപർണിക കാണാനായിട്ട് പോയി, അതായത് ഗീതുവിനെ കാണാൻ പോയി. കിച്ചു ഇങ്ങനെ ഒന്നും അല്ലാത്തതുപോലെ അവിടെ ആയിപ്പോയി നിൽക്കുക. അപ്പോൾ ഏട്ടൻ്റെ അടുത്തേക്ക് അങ്ങോട്ടേക്ക് വന്നിട്ട് ഏട്ടൻ എന്തൊക്കെ ഈ കാണിക്കുന്നതെന്ന് അനുജത്തി ചോദിക്കുന്നു. ചുമ്മാ ചേച്ചി എന്തിനാ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ എന്തിനാ ഇങ്ങനെ ചെയ്യണേന്ന് ചോദിച്ചപ്പം അതെ ഏട്ടൻ ഇപ്പോൾ ഈ കാണിക്കുന്നത് കൊണ്ട് ഏട്ടന് നഷ്ടം മാത്രമേ ഉണ്ടാകുള്ളൂ. ഗീതുവിനെ ഒന്ന് പോയി കണ്ടുവെന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവൾക്കൊരു പക്ഷേ ഏട്ടനോട് സോഫ്റ്റ് കോർണർ തോന്നിയാലോ എന്ന് ചോദിച്ചപ്പോൾ അവളോട് ഓരോ സോഫ്റ്റ് കോർണറും എനിക്ക് ആവശ്യമില്ല, അവളോട് ഒന്നും എനിക്ക് ആവശ്യമില്ലെന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ടു. പ്രതികരിക്കാതെ ഞാനെല്ലാം സഹിക്കുന്നത് കൊണ്ടാണ് അപർണിക്കും ഗീതു എല്ലാം എന്നെ ചവിട്ടി മെതിക്കുന്നതെന്നൊക്കെ കിച്ചു പറയാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, ഞാൻ ചെയ്യും. എൻ്റെ പവർ എന്താണെന്ന് ഞാൻ ഗീതുവിനെ അറിയിക്കുമെന്ന് പറഞ്ഞപ്പോൾ ദേഷ്യത്തിലെടുത്ത് ചാടി ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു ശ്രീജ. ഈ കാര്യത്തിൽ എനിക്ക് ആരുടെ ഉപദേശവും ഇതൊന്നും വേണ്ട, ഞാൻ തീരുമാനിച്ച കാര്യം ഒറ്റയ്ക്ക് ചെയ്യാൻ എനിക്ക് നന്നായിട്ട് അറിയാമെന്നും പറഞ്ഞു കിച്ചു ഭയങ്കര ദേഷ്യപ്പെട്ട് അവിടെ നിന്നെല്ലാം എടുത്തുകൊണ്ട് തുള്ളിച്ചാടി അങ്ങ് പോണു. ഈ സമയത്ത് ഗീതുവിനെ അവിടെ പതുക്കെ പിച്ച വെച്ച് നടത്തിക്കുകയാണ് നമ്മുടെ കാഞ്ചന. അപ്പോൾ ഏത് പിശാചാണോ എന്നെ എണ്ണയൊഴിച്ച് വീഴ്ത്തിയതോ അവൾ തീർന്നു പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഭയങ്കര പ്രാഗ് പിച്ച വെച്ച് കൊണ്ടുവന്നോളെ തന്നെയാണ് പ്രാകുന്നതെന്നുള്ള കാര്യം പാവം ഗീതു അറിയുന്നില്ലല്ലോ. അങ്ങനെ ഗീതുവിനെ സഹായിക്കാനായിട്ട് നമ്മുടെ കാഞ്ചനയുണ്ട്, പക്ഷേ രാധികാമയെ സഹായിക്കാനായിട്ട് ആരുമില്ല. രാധികാമ ഇങ്ങനെ പിച്ച വെച്ച് രാധികാമയെ നടക്കുന്നു. അയ്യോ എന്നും പറഞ്ഞു ഞാനിവിടെ നടക്കാൻ പോലും മേലാൻ നിൽക്കും, നീ ആരടി സഹായിക്കുന്നതെന്ന് കാഞ്ചനയും ഗീതുവും കൂടെ നടന്നു വരുന്നത് കാണുമ്പോൾ രാധിക ചോദിക്കുന്നു. ഇവിടെ വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ഗീതു പോയി വീഴാനായിട്ട് പോയി. ആ സമയത്ത് ഓടിച്ചെന്ന് കാഞ്ചന രാധികയെ പിടിച്ചു. രാധിക നിന്നെ താങ്ങാൻ ആരും ഇല്ലടി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക രാധിക മനസ്സിൽ. എന്നിട്ട് കാഞ്ചന ഇങ്ങനെ രാധികയെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഈ സമയത്ത് ഗീതുവിന് രക്ഷകനായിട്ട് നമ്മുടെ ഗോവിന്ദൻ അവിടെ പറന്നെത്തി. രാധികയ്ക്ക് അതിനേക്കാളും വലിയ ഷോക്ക് കിട്ടാറുണ്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കണ്ണിൽ ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നു. വീഴാൻ പോയ ഗീതുവിനെ ചേർത്ത് പിടിച്ചത് ആരാ? നമ്മുടെ ഗോവിന്ദൻ. അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് രാധിക ഇങ്ങനെ നോക്കി നിൽക്കുക. ആ സമയത്ത് നീ എന്തിനാ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദൻ ചോദിച്ചു ഗീതുവിനോട്. എന്നെ താങ്ങാൻ കണ്ണേട്ടനുള്ളപ്പോൾ എനിക്കത് വല്ലാത്തൊരു ധൈര്യമാണെന്ന് ഗീതു. ഇതൊക്കെ കണ്ട് കിളി പോയി അവരവിടെ നിൽക്കുന്നു. എന്തായാലും ഗോവിന്ദൻ ഗീതുവിനെ എടുത്തോണ്ടാണ് അങ്ങനെ പോണത്. ഇതൊക്കെ കണ്ട് കിളി പോയി രാധിക പല്ലൂർമ്മി പിടിച്ചിങ്ങനെ അവിടെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എന്തായാലും എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.